സാർ, ഇപ്പോൾ ഗസയിലെ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കാൻ 20 നിർദ്ദേശങ്ങളാണ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ചത്. അപ്പോൾ ഹമാസ് അത് അംഗീകരിക്കുമോ ഇല്ലയോ എന്ന് ഔദ്യോഗികമായി ഇന്ന് വൈകുന്നേരം 6 മണിക്കുള്ളിൽ അമേരിക്കൻ ടൈമിൽ പറയണം. അങ്ങനെ ഒരു നിർദ്ദേശം ഹമാസ് സ്വീകരിക്കുമോ? ഹമാസ് ഇത് സ്വീകരിച്ചതായിട്ട് ഹമാസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷെ ഹമാസ് സ്വീകരിച്ചതായിട്ട്, അതായത് അന്ത്യശാസനം എന്ന് പറയുന്നത് മറ്റേ ബന്ദികളുണ്ടല്ലോ, ബന്ദികളെ വിടുക എന്നുള്ളതാണ്. 45 ബന്ദികൾ, അതിൽ 20 പേര് ജീവനോടെയുണ്ട്, 25 ജഡമായിരിക്കും എന്നുള്ളതാണ്. ഈ 45 പേരെ വിടുക എന്നുള്ളതാണ് ഈ ഹമാസ് ഇതിൻ്റെ അകത്ത് അംഗീകരിച്ചതായിട്ട് നമുക്ക് തോന്നുന്നത്. പക്ഷെ ഹമാസ് നിരായുധീകരണം എന്ന് പറയുന്നത് ഈ വ്യവസ്ഥയുടെ ഭാഗമാണ്. അത് ഹമാസ് സ്വീകരിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഈ 20 പരിപാടിയിലെ അതിൻ്റെ ഉള്ളടക്കം, സത്ത എന്ന് പറയുന്ന ഒരു സംഗതിയല്ലേ ഈ നിരായുധീകരണം. തോക്ക് താഴെ വയ്ക്കുക, അതെ, തോക്ക് താഴെ വെച്ച് കീഴടങ്ങുക എന്ന് പറയുന്ന ആ വ്യവസ്ഥ ഹമാസ് അംഗീകരിച്ചിട്ടില്ല. അപ്പൊ ഹമാസ് ഇത് സ്വീകരിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു എന്ന് പറഞ്ഞ ഉടനെ ട്രംപ് നെതന്യാഹുവിനോട് പറഞ്ഞു, ഇനി നിങ്ങളവിടെ ബഹളമൊന്നും ഉണ്ടാക്കരുത്, ഇതങ്ങ് നിർത്തിയാക്കാൻ പറഞ്ഞു. അപ്പോൾ ഈ തീവ്രമായ ആക്രമണം ഗസയിൽ ഇപ്പോൾ ഇല്ല എന്ന് പറഞ്ഞാൽ ഒന്ന് ചെറുതായിട്ട്, ചെറിയ തോതിലുള്ള ആക്രമണങ്ങളൊക്കെയാണ്. ഇത് എങ്ങനെ സംഭവിക്കാൻ പോകുന്നു എന്ന് നോക്കിയിട്ടാണ്. എന്നാലും ഇതിൻ്റെ അകത്ത് പ്രശ്നം ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇസ്രയേല് ദോഹയിൽ ആക്രമണം നടത്തിയല്ലോ ഹമാസിന്റെ നേതാക്കളെ. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അമേരിക്കയ്ക്ക് മുസ്ലിം രാജ്യങ്ങളെ, അറബ് മുസ്ലിം രാജ്യങ്ങളെ, ഈ ഇറാൻ കൂടിയുള്ളത് കൊണ്ടാണ്, അത് ഷിയ രാജ്യമാണ്, അതുകൊണ്ടാണ് അറബ് മുസ്ലിം രാജ്യങ്ങൾ എന്ന് പറയുന്നത്. അറബ് മുസ്ലിം രാജ്യങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ഒരു ഘട്ടം വന്നു അമേരിക്കയ്ക്ക്. ഞങ്ങൾ അറിഞ്ഞിട്ടല്ല ദോഹയിലെ ആക്രമണം നടന്നത്, അത് ഞങ്ങളോട് ഇസ്രയേൽ പറഞ്ഞിട്ടില്ല എന്ന് വരുത്തി തീർക്കേണ്ട ഒരു അവസ്ഥ ട്രംപിന് വന്നു പെട്ടു. അപ്പൊ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു ഒത്തുതീർപ്പ് ഈ ഗാസയിൽ ഉണ്ടാക്കിയേ പറ്റൂ. അങ്ങനെയാണ് ഈ അന്ത്യശാസനവും കാര്യങ്ങളും ഒക്കെ വരുന്നത്, 20 പരിപാടിയൊക്കെ വരുന്നത്. പക്ഷെ 20 പരിപാടിയെ സംബന്ധിച്ച് തന്നെ ഒരു ആരോപണം ഉണ്ടായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹമാസിനെ കാണിച്ച 20 പരിപാടി ഒന്ന്, അവിടെ മുസ്ലിം രാജ്യങ്ങളെ കാണിച്ച 20 പരിപാടി വേറെ. മുസ്ലിങ്ങളെ കാണിച്ച 20 പരിപാടിയിൽ 11-ാം മണിക്കൂറിൽ നെതന്യാഹു തിരുത്തലുകൾ വരുത്തി. അപ്പോൾ അതുകൊണ്ട് ഇത് രണ്ടും രണ്ടാണ്. ട്രംപ് ഒറ്റിയതായിട്ട് അറബ് മുസ്ലിം രാജ്യങ്ങൾക്ക് സംശയമുണ്ട്. ഈജിപ്തും ഖത്തറും ഒക്കെ വേറെയും ചർച്ചകൾ വേണം എന്നൊക്കെ പിന്നീട് നിർബന്ധിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ഈ വെടിനിർത്തൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ട്രംപ് രക്ഷപ്പെടും. പക്ഷെ വെടിനിർത്തൽ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ സംശയമാണ്. അതിൽ പല കാരണങ്ങളാണ്. ഒന്ന്, ഇസ്രയേലിൻ്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ വെടിനിർത്തൽ എന്ന് പറഞ്ഞൊരു വ്യവസ്ഥയ്ക്ക് ഇപ്പോൾ പ്രസക്തിയില്ല. കാരണം ഒരു മുന്നണി സർക്കാരാണ് ഇസ്രയേൽ ഭരിക്കുന്നത്. ആ മുന്നണി സർക്കാരിൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് എന്നൊക്കെ പറയുന്ന ആളൊക്കെ തീവ്ര വലതുപക്ഷമാണ്. ഒരു തവണ സർക്കാരിൽ നിന്ന് പിൻവാങ്ങി പോയിട്ട് ഈ ജനുവരിയിൽ വീണ്ടും ആക്രമണമൊക്കെ തുടങ്ങിയപ്പോൾ തിരിച്ചു വന്ന മന്ത്രിമാരൊക്കെ ഉള്ളൊരു മുന്നണി. അതിൻ്റെ അകത്ത് ആ മുന്നണിയുടെ ആവശ്യം, ഈ തീവ്ര വലതുപക്ഷം നെതന്യാഹുവിൻ്റെ കൂടെ നിൽക്കുന്നത് തന്നെ ഗാസ പിടിക്കാം, ഗാസ, വെസ്റ്റ് ബാങ്ക് ഒക്കെ ഇസ്രയേലിൽ കൂട്ടിച്ചേർക്കാം എന്നുള്ള ഉപാധി നെതന്യാഹു അംഗീകരിച്ചത് കൊണ്ടാണ്. അപ്പൊ നെതന്യാഹുവിനോട് ആഭ്യന്തര രാഷ്ട്രീയം പറയുന്നത് തന്നെ ഹമാസിൻ്റെ കൂടെ ഒരു ഒത്തുതീർപ്പ് വേണ്ട എന്നാണ്, ഹമാസുമായിട്ട് ഒത്തുതീർപ്പ് വേണ്ട എന്നാണ്. അപ്പോൾ അങ്ങനെ ഒത്തുതീർപ്പ് വേണ്ട എന്നുള്ള നിലപാടിൽ നെതന്യാഹുവിന് നിൽക്കാൻ കഴിയും എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം നിരായുധീകരണം ഹമാസ് അംഗീകരിച്ചിട്ടില്ല. ഞങ്ങൾ തോക്ക് താഴെ വെക്കില്ല എന്ന് ഹമാസ് പറഞ്ഞാൽ പിന്നെ അവിടെ ഇസ്രായേൽ സേനയെ നെതന്യാഹുവിന് നിലനിർത്താൻ കഴിയും, വീണ്ടും ആക്രമണത്തിലേക്ക് പോകാൻ കഴിയും. ഈ ഗാസയിലെ ഒരു വെടിനിർത്തലും നിലനിന്നില്ലല്ലോ. ഇല്ല, 2 വെടിനിർത്തൽ കഴിഞ്ഞല്ലേ അവിടെ. അതെ, ഈ ജനുവരിയിലും ഒരെണ്ണം ഉണ്ടായതാണ്, ഒക്ടോബർ 7 ശേഷം വെടിനിർത്തൽ ഉണ്ടായതാണ്. അപ്പോൾ ഈ വെടിനിർത്തലൊന്നും ആ ഭാഗത്ത് ശാശ്വതമല്ല എന്ന് മാത്രമല്ല,
പലസ്തീനുമായി അല്ലെങ്കിൽ ഈ ഹമാസുമായി എപ്പോൾ വെടിനിർത്തൽ ഉണ്ടായാലും അത് ശാശ്വതമായിരിക്കില്ല. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ഇസ്രയേൽ ഇപ്പം മുന്നോട്ട് വെക്കുന്ന ഈ ഒരു നീക്കമുണ്ടല്ലോ, ഇതിനകത്ത് അമേരിക്ക എന്തെങ്കിലും ഒരു കള്ളക്കളി കളിക്കുന്നുണ്ടോ? കാരണം അമേരിക്കയ്ക്ക് ഈ ഗൾഫ് രാജ്യങ്ങളിൽ വലിയ തോതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വേണമല്ലോ, അതുകൊണ്ടാണ് ഖത്തറുമായിട്ടൊരു കരാറും ഒക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ നെതന്യാഹു മനസ്സിലാകുന്നില്ല അമേരിക്ക എന്തോ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നു എന്നുള്ളത്. അതായത് അത് അങ്ങനെയാണോ, അത് ഈ ഇസ്ലാമിക രാജ്യങ്ങളുടെ സംശയം ഇവര് തമ്മിൽ കളിക്കുകയാണെന്നാണ്. നെതന്യാഹു ഇപ്പൊ പോയിരുന്നല്ലോ, നെതന്യാഹു അമേരിക്കയിൽ പോയിരുന്നു. അപ്പൊ നെതന്യാഹുവിനെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടാവും. ആ ബോധ്യപ്പെടുത്തിയത് എന്താണെന്നുള്ള കാര്യത്തിൽ മുസ്ലിം രാഷ്ട്രങ്ങൾക്ക് സംശയമുണ്ട്. ഈ അമേരിക്കയുടെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇസ്രയേലിലും ഉണ്ടല്ലോ. ഇസ്രയേലുമായിട്ട് നല്ല ബന്ധമാണ്. കാരണം ട്രംപിന്റെ മകളെ വിവാഹം ചെയ്തിരിക്കുന്നത് ജൂതനാണ്, ജാറേദ് കുഷ്നർ ജൂതനാണ്. അങ്ങേർക്ക് നെതന്യാഹുവിനോട് ഹീബ്രുവിൽ തന്നെ പോയി സംസാരിക്കാമല്ലോ. ട്രംപ് നെതന്യാഹുവിനോട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ജാറേദ് കുഷ്നർക്ക് ഹീബ്രുവിൽ നെതന്യാഹുവിനോട് വേറെ കാര്യം പറയാമല്ലോ. എൻ്റെ അമ്മായിച്ചൻ ഇങ്ങനെയൊക്കെ പറയും, നിങ്ങൾ ഇതൊന്നും അംഗീകരിക്കേണ്ടതില്ല എന്ന് ഹീബ്രുവിലും പറയാമല്ലോ. അങ്ങനെ സൗകര്യമുണ്ടല്ലോ ഒരു ഭാഷ അറിയാവുന്ന ആളുകൾ എന്നുള്ള നിലയ്ക്ക്. അപ്പോൾ ഒറ്റിയിട്ടുണ്ടോ ട്രംപ് ഇസ്ലാമിക രാജ്യങ്ങളെ എന്നുള്ള സംശയം 8 ഇസ്ലാമിക രാജ്യങ്ങൾക്ക് ഇപ്പോൾ ഉണ്ട്. പ്രത്യേകിച്ച് ഈജിപ്തിനും ഈ ഖത്തറിനും. അവർ തമ്മിലൊരു മധ്യസ്ഥന്റെ റോൾ ഉച്ചകോടി നടന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ഇസ്ലാമിക നാറ്റോ രൂപീകരിക്കാം, ഒരു അറബ് നാറ്റോ രൂപവൽക്കരിക്കാം അവർ ചർച്ച ചെയ്തിരുന്നതാണ്. അതൊരു സമ്മർദ്ദതന്ത്രമായിട്ട് ട്രംപിന്റെ മുകളിലുണ്ട്. ആ നാറ്റോ രൂപീകരിക്കുകയാണെങ്കിൽ ഞങ്ങൾ 20,000 പേരെ ഭടന്മാരായിട്ട് തരാം എന്ന് ഈജിപ്ത് പറഞ്ഞിരുന്നതാണ്. ഖത്തറും സഹായം ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. പാകിസ്ഥാൻ അണുപോകുമ്പോൾ ഏക രാജ്യം എന്നുള്ള നിലയ്ക്ക് അതെ, ഈജിപ്ത് അതിന്റെ കമാൻഡർ സ്ഥാനം വഹിക്കുന്നു അല്ലേ. ഉപമേധാവിയായിട്ട് സൗദി വരുന്നു. പാകിസ്ഥാൻ വലിയ സഹായങ്ങൾ ചെയ്യുന്നു. ഇങ്ങനെ അതുപോലെ പാകിസ്ഥാനും സൗദിയും തമ്മിലൊരു കരാർ ഇതിൻ്റെ ഇടയ്ക്ക് വന്നു. മറ്റേ ഒന്നിനെ ആക്രമിച്ചു കഴിഞ്ഞാൽ മറ്റേതിനെ ആക്രമിച്ചതായിട്ട് കരുതും എന്ന് പറഞ്ഞിട്ട് നാറ്റോ കരാർ പോലൊരു കരാറ് അവർ തമ്മിൽ ഉണ്ടായി. ഇങ്ങനെ വലിയ വ്യത്യാസം മിഡിൽ ഈസ്റ്റിൽ വരുമ്പോൾ മിഡിൽ ഈസ്റ്റിലൊരു പ്ലെയർ എന്നുള്ള നിലയ്ക്ക് അമേരിക്ക ചുരുങ്ങിപ്പോകുന്നുണ്ട്. കാരണം ഇസ്ലാമിക നാറ്റോ വന്നാൽ അതിൽ അമേരിക്കയ്ക്ക് റോളില്ല, അമേരിക്കയിൽ ചുരുങ്ങും. പാകിസ്ഥാനും സൗദിയുമായിട്ട് ഇതുപോലൊരു സന്ധി വന്നാലും ഒരു കരാർ വരുമ്പോഴും ചുരുങ്ങും. പക്ഷെ മിഡിൽ ഈസ്റ്റിൽ ചുരുങ്ങാനായിട്ട് അമേരിക്ക തയ്യാറല്ല. അമേരിക്കയ്ക്ക് മിഡിൽ ഈസ്റ്റിലെ സ്വാധീനം കളയാൻ പറ്റില്ല. എല്ലാ മേഖലയിലും സ്വാധീനം വേണം എന്നുള്ളതാണല്ലോ അമേരിക്കയ്ക്ക് നിർബന്ധം. നമ്മുടെ മേഖലയിലും അതുകൊണ്ട് നമുക്കെതിരെ അവർ പയറ്റുന്നു, പാകിസ്ഥാനെ കൂടെ നിർത്തുന്നു, വേറെ രാജ്യങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. നേപ്പാളിൽ പ്രശ്നം ഇല്ലേ, ശ്രീലങ്കയിൽ പ്രശ്നം, ഇങ്ങനെ അഫ്ഗാനിസ്ഥാനിൽ പ്രശ്നം ഉണ്ടാക്കാൻ നോക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് എല്ലായിടത്തും ഉണ്ട്, മിഡിൽ ഈസ്റ്റിലും ഉണ്ട്. അപ്പോൾ മിഡിൽ ഈസ്റ്റിൽ പെട്ടുകിടക്കുകയാണ് എന്നുള്ളതാണ് വാസ്തവം. ബാഗ്ര വ്യോമത്താവളം 2021 വിട്ടുപോയതാണ് അഫ്ഗാനിസ്ഥാനിൽ. അത് ഞങ്ങൾക്ക് തിരിച്ചു വേണം എന്നിപ്പോൾ ട്രംപ് പറയുന്നു. അവിടെ നിന്ന് പോകുന്നത് മണ്ടത്തരമാണ് എന്ന് പറയുന്നു. അപ്പോൾ അതുകൊണ്ട് പാകിസ്ഥാനിലാണെങ്കിൽ ബലൂചിസ്ഥാനിലെ ഈ റയർ എർത്ത് മിനറൽസ് ഉണ്ടല്ലോ, അതിൽ ട്രംപിന് കണ്ണു വന്നു. അപ്പോൾ ഈ ഓപ്പറേഷനൊക്കെ മിഡിൽ ഈസ്റ്റ് അഫ്ഗാനിസ്ഥാനൊക്കെ ആവശ്യമാണെന്ന് കാണുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ മിഡിൽ ഈസ്റ്റിലെ താല്പര്യം നിലനിർത്താനായിട്ട് ഈ വെടിനിർത്തൽ ഗാസയിൽ ആവശ്യമാണ്. അവിടെ ഒരു ഭരണകൂടം വരിക, അത് രാജ്യാന്തര ഭരണകൂടമായിരിക്കുക. പലസ്തീൻ അതോറിറ്റി ഇപ്പം തന്നെ അമേരിക്കയുടെ സ്വാധീനത്തിലാണ്. അമേരിക്കയുടെ സ്വാധീനത്തിൽ ഗാസ ഉണ്ടാവുക. ഇങ്ങനൊരു ലക്ഷ്യം ജാറേദ് കുഷ്നർ മരുമകനും ഉണ്ട്. അവിടെ ഒരു റിവേറ പണിയും എന്ന് ട്രംപ് പറഞ്ഞത് സുഖവാസ കേന്ദ്രം ആക്കി മാറ്റും. കാരണം മെഡിറ്ററേനിയന്റെ തീരത്താണല്ലോ ഗാസ കിടക്കുന്നത്, അപ്പുറത്തെ കടലാണ്. ഈ ഇത്രയും പ്രദേശം കൈയടക്കി കഴിഞ്ഞാൽ ഒരു സുഖവാസ കേന്ദ്രവും ടൂറിസ്റ്റ് പരിപാടിയൊക്കെ ഉണ്ടാക്കിയാൽ ട്രംപിനും സന്തോഷം. അങ്ങനെ
ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ അത് നെതന്യാഹുവും സമ്മതിക്കും. അയൽവക്കത്ത് അമേരിക്കയാണല്ലോ വന്നിരിക്കുന്നത്. അതെ. ഗാസയിൽ ഹമാസിന്റെ ശല്യം ഉണ്ടാവില്ല. അപ്പോ നെതന്യാഹുവും ട്രംപും തമ്മിൽ തിങ്കളാഴ്ച അവിടെ ചർച്ച നടത്തിയില്ലേ? അവർ തമ്മിൽ ചർച്ച നടത്തിയപ്പോൾ ഇതും കൂടി സംസാരിച്ചിരിക്കാൻ സാധ്യതയില്ലേ എന്ന സംശയം ഇസ്ലാമിക രാജ്യങ്ങൾക്കുണ്ട്. അതുപോലെ ഖത്തറിനെ സംബന്ധിച്ച് ഹമാസ് അവർക്കൊരു ബാധ്യതയായിട്ട് വന്നു എന്നുള്ളത് ഇസ്രയേൽ ദോഹയിൽ ആക്രമണം നടത്തിയപ്പോൾ വ്യക്തമാണ്. അപ്പോൾ ഹമാസിനെ വച്ചൊഴിയാൻ ഈ ഇസ്ലാമിക രാജ്യങ്ങളും ഇതിൻ്റെ കൂടെ നിൽക്കുകയാണോ? അതുകൊണ്ടാണ് ഈ ഹമാസിനിപ്പോൾ നിൽക്കക്കള്ളിയില്ല. അതെ. അതുകൊണ്ട് നിരായുധീകരണത്തിലേക്കെങ്കിലും അവരും അതിനുവേണ്ടി പോകേണ്ടി വരും. അങ്ങനെ പോകുമ്പോൾ ഉള്ള പ്രശ്നം അവരുടെ ആഭ്യന്തര സാഹചര്യങ്ങൾ, അവരുടെ അണികളെ അവർ എന്തു പറഞ്ഞ് ബോധ്യപ്പെടുത്തും? അതാണ്. അപ്പോൾ ചെകുത്താനും കടലിനും ഇടയ്ക്കാണ് ഹമാസ്. ഇതാണ് സംഭവിച്ചിരിക്കുന്നതെന്ന് പറയാം. സാറേ, നിരായുധീകരണം എന്ന് പറഞ്ഞാൽ ഹമാസിന് ആയുധങ്ങളില്ലാതെ പിന്നെ അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയില്ലല്ലോ. മാത്രമല്ല അവർക്ക് പിന്നീട് സേഫായിട്ട് റോഡ് മാർഗം പോകാനുള്ള സഹായം ചെയ്യാമെന്ന് അമേരിക്ക ഉടമ്പടി പറയുന്നുണ്ട്. പക്ഷേ മറ്റെവിടേക്കെങ്കിലും ചെല്ലാൻ ഇവർക്ക് പറ്റില്ല. ഇപ്പോൾ ഈജിപ്റ്റോ ജോർദാനോ ഒന്നും ഇവർക്ക് വാതിൽ തുറന്നു കൊടുത്തിട്ടില്ല. മാത്രമല്ല ഈ സുന്നികൾക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് പ്രവർത്തനമൊന്നുമല്ലോ ഹമാസ് ചെയ്യുന്നത്. അവരുടെ ലക്ഷ്യം ജൂതന്മാരെ തീർക്കുക എന്നുള്ള. അങ്ങനെയുള്ള ഹമാസ് ആയുധം താഴെ വെച്ചാൽ അവർ ഇല്ലാതായി എന്നുള്ള ഇസ്രായേലിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യമില്ലേ പൂർത്തിയാകുക? അല്ലാത്തൊരു പുലിവാലുണ്ട് ഇതിൻ്റെ അകത്ത്. ഈ 45 ബന്ദികൾ, 25 ജഡം, 20 ബന്ദികൾ, ഇവരെ ഇന്നേക്കകം വിട്ടയക്കണമെന്നുള്ള അന്ത്യശാസനത്തിനാണല്ലോ ഹമാസ് വഴങ്ങുന്നത്. അതെ. അവരെ വിട്ടയച്ചു എന്നിരിക്കട്ടെ, ബന്ദികളെ വിട്ടയക്കുക എന്നുള്ളതല്ലേ ഇസ്രയേലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. അതെ. ആ ബന്ദികളെ വിട്ടയച്ചു കഴിഞ്ഞാൽ പിന്നെ അമേരിക്കയും ഇസ്രയേലും തമ്മിൽ സഖ്യത്തിലായിട്ട് ഹമാസിന്റെ വേറെ ഒരു കണ്ടീഷനും അംഗീകരിക്കില്ല എന്ന് വന്നാലോ? ബന്ദികളെ വിട്ടയച്ചു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ഇസ്രയേലിന്റെ ആവശ്യം സാധിച്ചു കഴിഞ്ഞില്ലേ? അതെ. പിന്നെ ഹമാസിനോട് ആജ്ഞാപിക്കുകയല്ലേ വേണ്ടു ആയുധം താഴെ വെക്ക് എന്നുള്ളത്. ചർച്ച പോലും വേണ്ട. അവര് ഹമാസിന്റെ തന്ത്രം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ വർഷങ്ങളായിട്ട് തുടങ്ങിയതാണല്ലോ ഈ ബന്ദികളെ കവചമാക്കിയിട്ട് വിലപേശുക എന്നുള്ളത്. അതെ. ബന്ദികൾ ഉണ്ടായിരിക്കുവോളം മാത്രമേ അവർക്ക് ബാർഗെയിനിങ് ടേബിളിൽ വിലയുള്ളൂ. ബന്ദികളില്ല അവരുടെ കയ്യിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഹമാസ് ഇല്ല. ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് പറയില്ലേ, ആ അവസ്ഥയിലെത്തി അവര് ബന്ദികളെ വിട്ടുകഴിഞ്ഞാൽ ഇസ്രയേലിന്റെ നിറം മാറും, അമേരിക്കയുടെ നിറം മാറും എന്നുള്ള സംശയം ഹമാസിനുണ്ട്. അതിന് ഹമാസിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ആയുധം താഴെ അപ്പോൾ ബന്ദികളെ വിട്ടയക്കാനുള്ള അന്ത്യശാസനം ചിലപ്പോൾ ഹമാസ് സ്വീകരിച്ച് കഴിഞ്ഞാൽ പിന്നെ ഹമാസിൻ്റെ കഥ തീർന്നു എന്നുള്ളതാണ് നമുക്ക് ഊഹിക്കാവുന്നത്. പിന്നെ ഹമാസിനെ പിന്നെ ഇവർ ആ കണ്ടീഷൻ പറയും, നിരായുധീകരണം ഹമാസ് സ്വീകരിക്കാത്തത് കൊണ്ട് യുദ്ധം തുടരട്ടെ എന്ന് പറയാം. ആ പ്രശ്നമുണ്ട്. അതുകൊണ്ട് യുദ്ധം ഇവിടെ തീരാൻ പോകുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.